Hi friends, welcome to Biyas kitchen. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്ന റെസിപ്പി ഒരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. പാൽ പുളിയൻ ഫിഷ് കറിയാണ് ഞാൻ ഇവിടെ വെക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. സാധാ മീൻ കറി വെക്കുന്നതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഈ മീൻ കറി ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് സാധാ മീൻ കറിയിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. സാധാ മൺകലത്തിലാണല്ലോ നമ്മൾ മീൻ കറി വെക്കുന്നത്. ഇവിടെ ഞാൻ പാൻ ഉപയോഗിച്ചാണ് കറി റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കാം. കടുകും ഉലുവയും ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഇനി ഇതിലേക്ക് 5 പീസ് വെളുത്തുള്ളി, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി നല്ലപോലെ ചതച്ചതിന് ശേഷം ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 6 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 10 പീസ് ചുവന്നുള്ളി ചെറിയ പീസുകളായി കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും ചേർത്ത് വഴറ്റിയെടുക്കാം. ഞാൻ ഈ കറിയിൽ വെളുത്തുള്ളി നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം തോലോട് കൂടെ ചതച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും കറിക്ക് വെളുത്തുള്ളിയുടെ. ഇവിടെ ഞാൻ വെക്കുന്ന മീൻ അല്പം മാംസമുള്ള ടൈപ്പാണ്. അപ്പം അതുകൊണ്ട് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ. സാധാ മുളക് പൊടിയിലേക്ക് ചേർക്കുന്നില്ല, അതിനാണ് 6 പച്ചമുളക് ഇട്ടേക്കുന്നത് എരിവിനായിട്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടിയിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 200 ml വെള്ളം ചേർക്കാം. ഇനി തിളച്ച് വരുമ്പോഴാണ് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിലേക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി തിളച്ച് വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 1 കിലോ ഫിഷാണ്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട് കൊടുക്കാം. എങ്കിലാണ് എല്ലാ വശത്തോട്ടും എരിവും പുളിയെല്ലാം പിടിക്കുകയുള്ളൂ. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. മീനിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പാനൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് മീനൊന്ന് ജസ്റ്റ് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുടംപുളിയൊന്നും അല്ല കേട്ടോ പുളിക്കായിട്ട് ഇടുന്നത്, തക്കാളിയാണ്. തക്കാളി അധികം പഴുക്കാത്ത ടൈപ്പ് തക്കാളിയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലുള്ള ഗ്രേവി 3/4 ഭാഗം വറ്റിച്ചെടുക്കണം. ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. എങ്കിലാണ് മീനിൽ എരിവും പുളിയെല്ലാം പിടിച്ച് നല്ലപോലെ വെന്തിട്ടുകയുള്ളൂ. മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിനിടയിലായിട്ടൊന്ന് ജസ്റ്റ് മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് വറ്റി വരുന്നത് വരെ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ മൂടി വെച്ചാണ് കുക്ക് ചെയ്തെടുത്തത്. ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കാം. എങ്കിലാണ് ഇതിലുള്ള ഗ്രേവി എല്ലാം വറ്റി റെഡി ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നേരത്തെ മീഡിയം ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിരുന്നത്. തുറന്ന് വെക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പുളിക്കാറ്റ് ചേർക്കുന്നത് ഇതുപോലെ അധികം പഴുക്കാത്ത തക്കാളിയാണ്. ഇതുപോലെ 2 എണ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം വറ്റി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. ഇതുപോലെ റൗണ്ടാക്കി കട്ട് ചെയ്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ആവശ്യത്തിന് പുളി കറിയിലേക്ക് ഇറങ്ങിക്കോളും. ഈ ഗ്രേവിയിൽ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. ഈ ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് ഒരുവിധം വറ്റിയിട്ടുണ്ടാകും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. കറി നല്ലപോലെ വറ്റിയെന്ന് അറിയാനായിട്ട്
ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കുമിളകൾ വരും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കണം. ഇതിനായിട്ട് 500 ml, അതായത് 2 കപ്പ് തേങ്ങാപ്പാലാണ്, കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇതുപോലെ പാനിൽ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കയ്യിലുകൊണ്ടൊന്നിട്ട് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അപ്പം നല്ലപോലെ വെന്തിട്ടുള്ള മീനാണ്, അതുകൊണ്ട് കയ്യിലിട്ടൊന്നും മിക്സ് ചെയ്തെടുക്കരുത്. ഈ മൂടി വെക്കാതെ തന്നെ നമുക്ക് കറിയും തിളപ്പിച്ചെടുക്കണം. ഓയിലെല്ലാം തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സ്റ്റേജിലാണ് തക്കാളിയിലെ പുളിയെല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നത്. ഒരു 3-4 മിനിറ്റ് എത്തുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പാത്രത്തിന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അത്ര പേടിക്കാനില്ല, എന്നാലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാൻ വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്ന് അല്പം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തിരുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, എങ്കിലാണ് ഇതിലുള്ള ഓയിലെല്ലാം തെളിഞ്ഞു വരികയുള്ളൂ. ഇപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരുവിധം വറ്റി വന്ന സമയത്താണ് ലോ ഫ്ലെയിമിൽ ഇട്ടത്. ഇതേ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 7-8 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ഫിഷ് കറി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഓയിലെല്ലാം തെളിഞ്ഞ് ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എൻ്റെ എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്.